ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാലു ആൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അവർ വ്ലോഗ് അഗൈൻ. എല്ലാവരും പറഞ്ഞ എനിക്ക് ഭയങ്കര ജാടയാണ്. ജാടയല്ല കേട്ടോ, ഞാൻ വല്ലപ്പോഴല്ലേ ഇവരെയൊക്കെ കാണുന്നത്. സോ ഞാൻ ആ സമയത്ത് ഇവരെ കാണുമ്പോൾ വിഷമത്തിൽ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മള് വീഡിയോ എടുക്കുന്നത്. അപ്പൊ അത് തന്നെ കറക്റ്റ് ഇവര് പോസ്റ്റും ചെയ്യും. അപ്പൊ എല്ലാവരും വിചാരിക്കും എനിക്ക് ജാട. ഞാൻ പാവാന്ന് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ എനിക്ക് ഇവരുടെ വ്ലോഗിൽ വരാനുള്ള ടൈം ഒന്നും ഇല്ല, കാരണം ഞാൻ അവിടെ അല്ലേ. അതുകൊണ്ടാണ് നിങ്ങളാണ് എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയത്. സോ അതിന് എന്നും ഞാൻ ഗ്രേറ്റ്ഫുള്ളാ. പക്ഷെ എനിക്ക് വ്ലോഗിൽ വരാൻ പറ്റാത്ത ഇത്രയും ദൂരം, ഞാൻ ക്ലാസ് എടുക്കാൻ വൈക്കത്ത് വരും. വൈക്കത്ത് നിന്ന് ഏതെങ്കിലും ഒരു വീക്കെൻഡ് വല്ലപ്പോഴും ഇവളെ കാണാൻ വേണ്ടി വരുന്ന മാത്രമേ എനിക്കുള്ളൂ. സോ ആ സമയത്ത് അങ്ങനെ ആരും ജഡ്ജ് ചെയ്യരുത്. ആൻഡ് ഐ എം സോ സോറി. എനിക്ക് ജാടയൊന്നും അല്ല കേട്ടോ. ഞാൻ ഇവരെ കണ്ടിട്ട് പോകുമ്പോൾ എടീ എന്റെ ഇടയിലുള്ള കളർ മാറ്റി നോക്ക്, ഇത് പിങ്ക് അല്ല, ഇവിടെ ഇവിടെ യെല്ലോ, ഇത് ഇവിടെ ഇവിടെ പിങ്ക്. പിങ്ക് ഇല്ലാത്ത സ്ഥിതിക്ക് വയലറ്റ് അടിക്കുക, ഈ കളർ അടിക്കും. സ്വഭാവമായത് നിങ്ങൾ ഇവളുടെ ചാടയൊന്നും കാണുന്നില്ല, നിങ്ങൾ എടുത്ത ചാട മാത്രം കാണും. ഇത് ഭ്രാന്ത, ഇത് ഭ്രാന്ത. എന്താ പണി കാണിക്കുന്നത്? കളർ അടിക്കുന്ന ടെൻഷനിലാണ് കയ്യിൽ. കുടുംബത്തിന് പറ്റിയ കുട്ടി. പാല്, നിന്റെ കുഞ്ഞിലത്തെ ഒരു വീഡിയോ കാണിച്ചു തരട്ടെ. എത്ര വയസ്സുള്ള? 2-3 മാസം. ഇനി മറ്റേ ക്യാരറ്റ് വായിൽ വെക്കാൻ. ക്യാരറ്റില്ല, ബീട്രൂട്ടാ. എന്റെ സുന്ദരി മോളായിരുന്നു നീ. വരങ്ങുകാലെ ഈ മാസം അവസാനം 30-ാം തീയതി എന്റെ ഒരു 1.5 hour മോഹിനിയാട്ടം കച്ചേരി എറണാകുളത്തുണ്ടാവും. എവിടെ? എറണാകുളത്ത് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല. എക്സാക്ട് കാക്കനാടാ. ഞാൻ ഒറ്റയ്ക്കാ ചെയ്യണേ. പത്മനാഭന്റെ അവിടെ ചെയ്ത പോലെ തന്നെ ഒറ്റയ്ക്കാ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചിലൊക്കെ വാങ്ങണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇവിടെ റെഡ് അടിച്ചോ? കളഞ്ഞ വേണ്ടോ? രണ്ടല്ല, നന്നായിട്ട് വരച്ചു. അന്ന് ഇവിടെ റെഡ് വരച്ചോ? ഞാനാ വെരി ഗുഡ്, നീ അല്ല വെരി ഗുഡ്. അവിടെ റെഡ് കഴിക്കുന്നത് പാല്, അവിടെ റെഡാ. ഒരു വശത്തേക്ക് മാത്രം വരയ്ക്കേ. അതുപോലെ പറഞ്ഞു. നമുക്ക് ജഡ്ജി സോയാബീൻ വാങ്ങിക്കാൻ പറ്റും. പാല് സോയാബീൻ വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ ഫുള്ളി വിഷയപ്പോ എന്താ അതിന്റെ അർത്ഥം? എന്താ അതിന്റെ അർത്ഥം? പുറത്തേക്ക് പോണ്. വേഗം വരച്ച് തീർക്കുന്നതിലല്ല, വൃത്തിയായിട്ട് വരയ്ക്കണം. കണ്ടോ എന്ത് നീറ്റാ. എന്റെ പുറത്തേക്ക് പോലും പോയിട്ടില്ല. ഇത് എന്തോ ഇത്. വെരി ഗുഡ്. ഇതിനെ ഇത് അവിടെ കളർ അല്ല, അവിടെ റെഡ് അല്ലേ?
ഗ്രീനിങ്ങിലാ കഴിഞ്ഞു, റെഡിന്റെ കഴിഞ്ഞു. ഇനി ഇവിടെ യെല്ലോ. ഇതാ ഇത് യെല്ലോ വരയ്ക്കുന്നത്. ഇവിടെ യെല്ലോ ആടി, ഇവിടെ യെല്ലോ ഉണ്ടല്ലോ. നിനക്ക് സമയം ഉണ്ടല്ലോ വരയ്ക്കാനായിട്ട്. ഞാൻ വരയ്ക്കട്ടെ ആദ്യം. അവിടെ റെഡ് വരച്ചു നിന്നെ ഞാൻ കോല വരെ നിരത്തിട്ടടിക്കും ഞാൻ. എടി മഞ്ഞ ഇവിടെ മഞ്ഞയാടി. ഇനി ഇവിടെ മഞ്ഞ അടിച്ചോ നീ. പച്ച പിരിച്ചത് പച്ച ഇത് എന്തോ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഇവിടെ യെല്ലോ. സ്പീഡ് വരച്ചേ, സമയമില്ല എനിക്ക്. എനിക്ക് സമയമില്ല നിന്റെ തോന്നിവാസം കണ്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് മതി. എടാ ബ്ലൂവും റെഡ് ഞാൻ അടിക്കാം. ബ്ലൂവും റെഡ് ഞാൻ അടിക്കാം. പിങ്കും യെല്ലോ നീ അടിച്ചോ. നിനക്ക് യെല്ലോ ഇവിടെ ഉണ്ട്. ഫാമിലി നിനക്ക് പിങ്ക് അല്ലേ വേണ്ടേ? പിങ്ക് ഇല്ലോ. ഇതിൽ ഒരെണ്ണം ഉണ്ടായിരുന്ന കളർ എന്ത്? പിങ്ക് ഇല്ലല്ലോ. ഈ കളർ ഇല്ലല്ലോ. ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചല്ലോ. ഓക്കെ ബ്ലൂവും എനിക്ക് കളർ ഉണ്ട്. അപ്പൊ പാലും യെല്ലോ. ഇവിടെ യെല്ലോ. ഇവിടെ ഞാൻ വരച്ചോട്ടെ. ചേച്ചി ഇഷ്ടാണോ? അവിടെ യെല്ലോ അല്ല, അവിടെ റെഡ്. നമുക്ക് ഇങ്ങനെ ഔട്ട്ലൈൻ കൊടുത്താൽ അവിടെ തൃപ്പൂണിത്തറയില് ലൈൻ ഗ്രൗണ്ടില് വായന ബുക്ക് സ്റ്റോള് വന്നിട്ടുണ്ടോ? പോയാലോ വൈകുന്നേരം? സ്ട്രോങ് കാണിച്ചേ. ദിബിലെങ്ങനെ കാണിക്കണം? ദിബിലെങ്ങനെ കാണിക്കണം? ഇങ്ങനെ ദിബില് കാണിച്ചില്ലേ? ഇങ്ങനെ മാറ്റിട്ട് താമസിച്ച ഇല്ലല്ലോ. മൈക്കിൾ ജാക്സണോ? ഞാൻ ഈ അച്ഛന് മറ്റേ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ചിക്കൻ വാങ്ങാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു അച്ഛൻ ഓൾറെഡി ചിക്കൻ വാങ്ങിച്ചു. പക്ഷെ അമ്മ ഓൾറെഡി കറിയാണ് വെച്ചു. പക്ഷെ എന്തുവായിരുന്നു മണം. അതവിടെ വെച്ചിട്ട് ശരിക്കും പറഞ്ഞ ഹോട്ടലിലൊക്കെ പെർഫ്യൂം ഇട്ടുണ്ടാക്കിയത്. പെർഫ്യൂം ഇട്ടല്ല ഉണ്ടാക്കി. പെർഫ്യൂം ഇട്ടാണ് ഉണ്ടാക്കി. ചേച്ചിയാ പറഞ്ഞന്ന്. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ഞാൻ അച്ഛനോട് കഴിഞ്ഞ ദിവസം വിളിച്ചാ പറഞ്ഞു ശ്രീഷ്ണ ചേച്ചി ഇങ്ങനെ തുടങ്ങാൻ പോവാ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ വിചാരിച്ചു അച്ഛൻ വേറൊന്നുമല്ല എന്നോട് ചോദിച്ചത്. എന്നിട്ട് അല്ലല്ലേ നാട്ടില് കോഴിക്കോടാണോ ചോദിച്ചത്? കോഴിക്കോടാണോ തുടങ്ങണേന്ന് ചോദിച്ചു അച്ഛൻ. പിന്നെ ഞാൻ പറഞ്ഞു ബാംഗ്ലൂരാ. അല്ല അവിടേക്ക് വിജയിക്കും. ബിരിയാണി, നെയ്ച്ചോറ്, ചിക്കൻ. അവിടെ ഒരു വെജിറ്റേറിയൻ പറ്റില്ലല്ലേ? അല്ല അവിടെ ഭയങ്കര ഡിമാൻഡ് അല്ലേ? ഓണത്തിന്റെ സമയത്തൊക്കെ എന്തോരം ഓണത്തിന് ചിക്കൻ ബിരിയാണി ഒക്കെ കഴിക്കുമോ ആൾക്കാർ? ഓണത്തിനല്ല ചിക്കൻ ബിരിയാണി, എന്നാലും മലയാളികളൊക്കെ വാങ്ങിക്കും നല്ലോണം. വാഴുമ്പോ ഇങ്ങനെ ചെയ്തേ. അങ്ങനെ ചെയ്താലോ? വീഡിയോ ചെയ്യാം. ഓക്കെ അവിടെ തന്നെ മതി. വാഴക്കാற்றுക്ക് വയസ്സാച്ച് വാഴപ്പൂക്ക് വയസ്സാച്ച് കോടിയുഗം പോനാലെന്ന കാതലുക്ക് എപ്പോമേ വയസ്സാവാതെ ഹൈറ ഹൈറപ്പ ഹൈറ ഹൈറപ്പ. എന്നെന്തായിരുന്നു സ്റ്റെപ്പ്? 3, 2, 1. വാഴക്കാற்றுക്ക് വയസ്സാച്ച് വാഴുമ്പോക്ക് വയസ്സാച്ച് എന്താ കോടിയുഗം പോനാലെന്ന കാതലുക്ക് എപ്പോമേ വയസ്സാവാതെ ഹൈറ ഹൈറ ഹൈറപ്പ ഹൈറ ഹൈറപ്പ. 60 kg താജ്മഹൽ എനക്ക് സ്റ്റൈൽ കാണിക്കാം.
ഇങ്ങോട്ട് വാ, ഇങ്ങനെ നിൽക്കാണ്ട് തോളത്ത് കയറ്റുന്നു. പാല് ചമ്മി നീ വേഗം പോയി നിൽക്കുക പാല് ചമ്മിക്ക പാല് അയ്യ പാല് പോസ് ചെയ്യും പാലു ആ ലൈം ഗ്രൗണ്ടില് മനോരമയുടെ ഫെസ്റ്റിവൽ നടക്കുക ബുക്കിന്റെ. സോ അവരുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ബുക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തൊപ്പുണത്തറ ലൈം ഗ്രൗണ്ട് വരും. ഭയങ്കര എക്സൈറ്റ്മെന്റിൽ പോകും. പക്ഷെ അവിടെ ചിലപ്പോൾ ചിലപ്പോൾ സ്റ്റോൾ അടയ്ക്കും. അതുകൊണ്ട് വേഗം ഉറങ്ങും. ശരി ഓക്കെ പിന്നെ കാണാം. ബൈ. അതിനെ കാണില്ല. ആര്യ വന്നതിന്റെ സന്തോഷ പ്രകടനങ്ങളാ. അത് കുഴപ്പമില്ല. ഇവിടെ വരുമ്പോൾ ഒരു ഫാനുണ്ട്. കുറെ ദിവസം കൂടിയാണ് ആര്യ ഒരു ദിവസം വന്ന് വീട്ടിൽ നിക്കണത്. അപ്പൊ ഇന്നവള് ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോ ഇന്ന് പോയില്ല, നാളെ രാവിലെ ഇവിടുന്ന് ഫുഡൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അമ്പലക്കയിൽ എന്നിട്ട് കയറിയിട്ട് പോകണമെന്നാ പറഞ്ഞു. അപ്പൊ ആര്യക്ക് ഇവിടെ കൂടുതൽ ബുക്ക് സ്റ്റാളി പോണോന്ന് പറഞ്ഞപ്പോ ബുക്ക് എന്തോ വാങ്ങണം, അടച്ചിട്ടുണ്ടാവും അറിയില്ല. അപ്പൊ ഞങ്ങളൊന്ന് അങ്ങോട്ട് പോകണം. പിള്ളേരുടെ കൂടെ കുറെ ദിവസം കൂടി ഒന്നിച്ച് പോണതാണ്. അപ്പൊ വെറുതെ ഒന്ന് ഇവിടം വരെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. ആര്യ ഹായ്, പാലും ഉണ്ട്. ഇന്ന് പോലെ കഴിക്കണേ എന്താ എന്താണ് എന്താ പാലു ചോക്ലേറ്റ് ആണെങ്കിൽ കൊടുക്കാൻ പാടില്ലേ? ഓക്കെ പോവാം. പോവാടാ. എവിടേക്കാ വേണ്ട പാലു? നമുക്ക് ഹോസ്പിറ്റലിൽ. തൃപ്പൂണിത്തുറ വീട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ടൊക്കെ വന്ന് അരിക്ക് 2-3 സാധനമൊക്കെ മേടിക്കണം. അതൊക്കെ മേടിച്ച് അരി രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണമല്ലോ. 9 മണിക്ക് അവർക്ക് അവിടെ ക്ലാസ് ഉണ്ട്. ചേട്ടനവളെ അങ്ങോട്ടാക്കി കൊടുക്കും. അപ്പോൾ ഞങ്ങൾ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഇനിയിപ്പോൾ ആര്യ നാളെ പോകും. നമ്മൾ പഴയ പോലെ അരിയുടെ ഹോമിലേക്ക് പറഞ്ഞു പോകും. അപ്പോൾ അവിടെ പുസ്തകങ്ങൾ വാങ്ങിച്ച് അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അരിക്ക് വീട്ടിലിടാൻ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ 2-3 സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് ഇല്ലേ എവിടെ ഒരാൾ താഴ്ത്തിപ്പുണ്ട്. പാല് താഴെ ഒരു കളിപ്പാട്ടം മേടിച്ചു. പാല് കാണിച്ചേ പാല്. തൃപ്പൂണിത്തുറയിൽ ഇപ്പൊ കുറെ സ്റ്റോളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് കുറെ സാധനങ്ങളൊക്കെ പാല് വാങ്ങിച്ചു. നമ്മൾ ബുക്ക് സ്റ്റാളിൽ പോയി കുറെ ബുക്ക് കിട്ടി. പാലുവിന് ബുക്ക് വാങ്ങിച്ചു, എനിക്ക് ബുക്ക് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ദിബിലിന് ഒരു ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചു. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ അപ്പൊ ഓക്കെ ബൈ ബൈ.